ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇൻ്റർനാഷണൽ സ്പീച്ച് കണ്ടസ്റ്റ് ചെയർ കൻസ റഷീദ്. പ്രിയ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഹസീന മജീദ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 54-ാം അധ്യായമായ സൂറത്ത് ഖമറിലെ ആവർത്തിത വചനങ്ങളെക്കുറിച്ചാണ്. 17, 22, 32, 40. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അൽഹംദുലില്ലാഹ്. ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഈ ഖുർആനെ എളുപ്പമാക്കിയിരിക്കുന്നു. നിങ്ങളതിന് തയ്യാറുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് ഈ വചനം ആവർത്തിക്കുന്നത്. ഈ ആവർത്തന വചനത്തെ ധിക്കരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഇത് 17-ാം ആയത്തിലും 22-ാമത്തെ ആയത്തിലും 32-ാമത്തെ ആയത്തിലും 40-ാമത്തെ ആയത്തിലും വരുന്നതിൻ്റെ മുന്നോടിയായും പിന്നോടിയായിട്ടും വന്ന കാര്യങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. നൂഹ് നബിൻ്റെ കപ്പലും അതിൽ പ്രവേശിച്ച ആളുകളും അതിൽ നശിച്ച ആളുകളെക്കുറിച്ചും ആദ് സമൂഹത്തെ ഹൂദ് നബിയെ ആളുകളെക്കുറിച്ചും തുടർന്ന് സാലിഹ് നബിൻ്റെ ആൾക്കാരെക്കുറിച്ചും സമൂദ് ഗോത്രത്തിൻ്റെ ഒട്ടകത്തെ അറുത്തതിനെക്കുറിച്ച്, ശേഷം ലൂത്ത് നബിൻ്റെ ജനതയെക്കുറിച്ചും പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. എന്തുകൊണ്ട്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആപത്തുകളിൽ നമ്മൾ പെട്ടുപോവുകയില്ല, രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതിന് ശേഷം വരുന്നതാകട്ടെ ഫിർഔനെക്കുറിച്ചും. സുബ്ഹാനല്ലാഹ്. ഇത് ആവർത്തിച്ച് പറയുന്ന ഈ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ? തീർച്ചയായും 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 എന്നതല്ലേ പറയുന്നത്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സലാത ലിദിക്രി എന്ന് സൂറത്ത് താഹയിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഞാനാണ് അള്ളാഹു, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ. അല്ലേ? എന്നെ ഓർമ്മിക്കുവാനായി നിങ്ങൾ നമസ്കരിക്കുവിൻ. നമസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം, അല്ലേ? നമസ്കരിക്കുവിൻ, ഓർമ്മിക്കുവിൻ എന്ന് പറയുമ്പോൾ ആ നമസ്കാരത്തിലും പാരായണമുണ്ട്. നമ്മളിത് പഠിക്കൽ നിർബന്ധമാണ്. എപ്പോഴും പഠിച്ചു വെച്ചത് തന്നെ ഓതുന്നതിന് പുറമേ പുതിയ പുതിയ ആയത്തുകളും സൂറത്തുകളും പഠിച്ചിട്ട് നമസ്കാരത്തിൽ ഓതുന്നത് ശീലമാക്കിയാൽ ആ നമസ്കാരമായിരിക്കും ശ്രദ്ധാലുക്കളുടെ നമസ്കാരം, തഖ്വയുള്ള ആളുകളുടെ നമസ്കാരം, മുഅ്മിനിൻ്റെ നമസ്കാരം. 10 ആയത്ത് നമസ്കാരത്തിൽ പതിവാക്കിയാൽ അവർ അശ്രദ്ധാലുക്കളിൽ പെടുകയില്ല എന്നാണ്. 10 ആയത്ത് പഠിക്കാൻ പണിയില്ല. ആദ്യം കുറച്ച് പ്രയാസമുണ്ടാകുമെങ്കിലും നമുക്ക് തുടർച്ചയായുള്ള പാരായണവും തുടർച്ചയായിട്ടുള്ള ആ പഠനത്തിന് വേണ്ടിയുള്ള ശ്രമവും നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അല്ലമൽ ഖുർആൻ എന്നല്ല പറയുന്നത്, ഖുർആനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ആരാ? ഖുർആനെ. അപ്പോൾ പഠിപ്പിച്ചത് നമ്മളിങ്ങ് എടുക്കണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ടാവുമായിരിക്കാം. അതല്ലേ ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. അള്ളാഹു എന്ന നാമം കഴിഞ്ഞാലുള്ള ഏറ്റവും വിശാലമായ ഒരു നാമമാണല്ലോ അർ-റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലമൽ ഖുർആൻ. തീർച്ചയായും ഞാനത് പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളതിന് തയ്യാറാവുക തന്നെ വേണം. ഖുർആൻ പഠിച്ച ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ മാർഗദർശനത്തിലും എത്തും, അതല്ല വഴികേടിലും ആവും.
അങ്ങനെ വഴികേടിലാകുന്ന ആളുകളിൽ നമ്മൾ പെടാതെ മാർഗദർശനത്തിലെത്തുന്ന ആളുകളിൽ നമ്മൾ പെടുക തന്നെ വേണം. തോന്നിയാവാസികൾ അല്ലാഹു നിർമാർഗത്തിലാക്കുകയില്ല. അത്തരം തോന്നിയാവാസികളിൽ നമ്മൾ പെടാതിരിക്കട്ടെ. ആമീൻ. ഖുർആനെ പഠനം എന്ന് പറയുമ്പോൾ 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് ഒരു ആയത്ത് പഠിക്കുക എന്നത്. 100 റക്അത്ത് നമസ്കരിക്കുവാൻ നമ്മളെ കൊണ്ടാകുമോ? ഇല്ല തന്നെ. ആ പ്രതിഫലം വാങ്ങാൻ നമുക്ക് കഴിയും ഈ പഠനത്തിൽ കൂടി. അതേപോലെ തന്നെ എന്നെ ഓർമ്മിക്കുവാൻ നമസ്കരിക്കുവിൻ എന്ന് താഹയിലെ വചനം ഞാൻ പറഞ്ഞില്ലേ? ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കാൻ നമ്മൾ ജമാഅത്തിന് പള്ളിയിൽ പോവുകയാണെങ്കിൽ ഹജ്ജ് ചെയ്ത പ്രതിഫല. സുന്നത്ത് നമസ്കരിക്കാനാണ് പള്ളിയിൽ പോവുക എങ്കിൽ ഉംറ ചെയ്ത പ്രതിഫലവും. മറ്റൊരു ഹദീസിൽ എത്രയോ ആളുകൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജമാഅത്തായിട്ടുള്ള നമസ്കാരം പ്രതിഫലാർഹമാവുക തന്നെ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.